9ാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാർക്ക് ഹിന്ദിയുടെ ഈ മുഖാമുഖത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നിങ്ങളുടെ മുഖം എനിക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിലും ഓരോരുത്തരുടെയും മുഖം എനിക്ക് ചിന്തയിൽ കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ കോട്ടയം ജില്ലയിലെ ഒരു ഹിന്ദി അധ്യാപകനാണ്. പേര് രാജേഷ് കെ പുതുമന. ഇതിനോടകം ഹിന്ദിയുടെ ഒരുപാട് വീഡിയോകൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. നമ്മുടെ പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ യൂണിറ്റിൻ്റെ പാഠഭാഗങ്ങളൊക്കെ ഏറെക്കുറെ നിങ്ങൾ പല വഴികളിലൂടെ അറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ പാഠപുസ്തകം പഠിപ്പിക്കാനോ നിങ്ങളുമായിട്ട് പാഠപുസ്തകത്തിലെ വാക്കുകളുടെ അർത്ഥം പറഞ്ഞു തരാനോ ഒന്നുമല്ല ഉദ്ദേശിക്കുന്നത്. ഇന്നലെ 10ാം ക്ലാസ്സിലെ കുട്ടികൾക്കായി ആദ്യമായി ഈ സീരീസിൽ വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്തിരുന്നു. ധാരാളം പേര് ഇത് കാണുന്നു, സന്തോഷം. ഇത് 9ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ്. ആദ്യമേ തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, 9ാം ക്ലാസ്സിലെ ഹിന്ദിയെക്കുറിച്ച് നിങ്ങൾക്ക് യാതൊരു ടെൻഷനും വേണ്ട എന്നാണ്. കാരണം 5 മുതൽ പഠിച്ച ഹിന്ദി നമ്മുടെ കൈവശമുണ്ട്. അത് വെച്ചുകൊണ്ട് 9ാം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകം കിട്ടുമ്പോൾ കുറച്ച് വർക്കുകളൊക്കെ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. എന്തിനാണ് ഇതെല്ലാം ചെയ്യുന്നത്? ഹിന്ദി കേൾക്കുമ്പോൾ മനസ്സിലാവണം, ഹിന്ദി അത്യാവശ്യം പറയാൻ സാധിക്കണം, ഹിന്ദി അത്യാവശ്യം വായിക്കാൻ സാധിക്കണം, ഹിന്ദി എഴുതാനും സാധിക്കണം. ഹിന്ദി എഴുതാൻ എന്ന് പറയുമ്പോൾ വാർത്താലാപ്, ഡയറി, പോസ്റ്റർ, കത്ത്, റിപ്പോർട്ട്, സമാചാർ, ഇതൊക്കെ ഇതിനോടകം ചെറിയ ചെറിയ രൂപങ്ങളിൽ ചെയ്ത് പരിചയിച്ചവരാണ് നിങ്ങൾ 8ാം ക്ലാസ് വരെ. അതിൻ്റെയൊക്കെ ബാക്കി മാത്രമേ ഉള്ളൂ 9ാം ക്ലാസ്സിലും. പാഠപുസ്തകം എന്ന് പറയുന്നത് കാണാതെ പഠിക്കാനുള്ള സാധനമല്ല. പാഠപുസ്തകം വാസ്തവത്തിൽ നിങ്ങൾക്കുള്ളൊരു ഗൈഡാണ്. നിങ്ങൾ മറ്റ് ഗൈഡുകൾ വാങ്ങിക്കാറുണ്ട് പല കുട്ടികളും. പക്ഷെ പാഠപുസ്തകമാണ് വാസ്തവത്തിൽ നമ്മളുടെ ഗൈഡ്. ആ ഗൈഡ് വെച്ചുകൊണ്ട് പാഠപുസ്തകത്തിൻ്റെ പുറത്തേക്ക് സഞ്ചരിച്ച് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുകയും അറിയുകയും ഉള്ളിലേക്ക് സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന, നല്ലതിനെ സ്വീകരിക്കുകയും കൊള്ളാത്തതിനെ തള്ളുകയും ഒക്കെ ചെയ്യുന്ന വിശ്വപൗരന്മാരായി, വിശ്വമാനവനായി വളർന്നു വരാൻ വേണ്ടിയുള്ള റിഹേഴ്സലാണ് വാസ്തവത്തിൽ നമ്മുടെ ഓരോ ദിവസത്തെയും സ്കൂളിൽ പോക്കും. ഈ സാഹചര്യത്തിൽ അതിന് പറ്റാത്തത് കൊണ്ടാണ് ഓരോ വിഷയവും കൈകാര്യം ചെയ്യുന്ന അധ്യാപകർ ഏതെങ്കിലുമൊക്കെ മാർഗത്തിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ വിഷയത്തോട് കൂടുതൽ അടുപ്പവും സ്നേഹവും തോന്നിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഇത്തരം ഉദ്യമങ്ങൾ ചെയ്യുന്നത്. 9ാം ക്ലാസ് ഹിന്ദി പാഠപുസ്തകം പഹലി ഇക്കായി പഹല പാഠ് एक कविता है. कविता का नाम है फूल बनी थी माँ. പാഠം മുഴുവൻ ഞാൻ എടുക്കുകയല്ല. വീഡിയോ വാളോ മറ്റ് സിനിമയൊന്നും ഇവിടെ കാണാൻ സംവിധാനമില്ല. എൻ്റെ വായനാമുറിയാണ്, എൻ്റെ പഠനമുറിയാണ്. ഞാൻ അവിടെ ഇരുന്ന് നിങ്ങളോട് സംസാരിക്കുന്നു. ഓരോ പാഠത്തിൻ്റെയും ഓരോ യൂണിറ്റിലെയും ഓരോ പാഠത്തിൻ്റെയും ഉദ്ദേശം എന്താണ്, അതിൽ നിന്നുമുള്ള വർക്ക് എന്താണ്, ആ വർക്ക് പരീക്ഷയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, ആ ഒരു പാഠഭാഗത്തിലൂടെ നമുക്ക് കിട്ടേണ്ട ആദർശ തത്വങ്ങൾ എന്തൊക്കെയാണ്, മൂല്യങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെയൊക്കെ കൂടി ഒന്ന് ചർച്ച ചെയ്ത് ഓരോ പാഠത്തിനെയും സംക്ഷിപ്തീകരൺ കർണ എന്ന് പറയും, കൺക്ലൂഷൻ, ഓരോ പാഠത്തെയും ഒന്ന് കൺക്ലൂഡ് ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നൊരു രീതിയാണ് അവലംബിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. इस प्रकार 9वीं कक्षा की हिंदी पुस्तक पहली इकाई पहला पाठ कविता है. कविता का नाम है फूल बनी थी माँ. कवि का नाम है नरेंद्र पुंडरीक. वे हिंदी के विख्यात कवि हैं. उनका जन्म उत्तर प्रदेश में था. वर्तमानकालीन समस्याओं पर प्रकाश डालने वाली कविताओं की रचना वे करते हैं. वर्तमानकालीन समस्याओं पर प्रकाश डालने वाली कविताओं की रचना वे करते हैं. എന്താ വർത്തമാനകാലം എന്ന് പറഞ്ഞാൽ? വർത്തമാനം പറയുന്ന കാലം. നമ്മളിപ്പോൾ വർത്തമാനം പറയുന്നു. രാവിലെ ടീച്ചർ ക്ലാസ്സിൽ വന്ന് ഹാജരെടുത്തപ്പോൾ പ്രസൻറ്റ് ടീച്ചർ എന്നല്ലേ പറഞ്ഞത്? പ്രസൻറ്റ് സാർ, ജി മേ ഹാ ഹൂം, ഐ ആം ഹിയർ, ഞാൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ കാര്യങ്ങൾ, കറണ്ട് ഇഷ്യൂസ്, വർത്തമാനകാലീന സമസ്യയെ, കറണ്ട് ഇഷ്യൂസ് ചർച്ച ചെയ്യുന്ന കവിതകൾ, കൊലപാതകങ്ങൾ, മദ്യദുരന്തങ്ങൾ, സ്ത്രീധന മരണങ്ങൾ, ഇങ്ങനെ ഒരുപാട് വിദ്യാഭ്യാസം ശരിയായ വണ്ണം കിട്ടാത്തതിനെ തുടർന്നുണ്ടാകുന്ന അപകടങ്ങൾ, മഹാമാരികൾ, ഇങ്ങനെ വിവിധങ്ങളായ സോഷ്യൽ ഇഷ്യൂസ് ഉണ്ട്, സാമൂഹിക പ്രശ്നങ്ങൾ, കറണ്ടായിട്ടുള്ള ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ. അങ്ങനെയുള്ള വിഷയങ്ങളെ എടുത്ത് കവിത എഴുതുന്നതിൽ പ്രസിദ്ധനാണ് ശ്രീ നരേന്ദ്ര പുണ്ടരീക്.
जन्म तो उत्तर प्रदेश में था। उनकी एक कविता है पुल बनी थी माँ। एक बात याद करनी है कि वर्तमान कालीन समस्याओं पर प्रकाश डालने वाली कविताओं के रचयिता है നരേന്ദ്ര പുണ്ടരീക്. ഇഷ്യൂസ്, സോഷ്യൽ പ്രോബ്ലംസ് തൻ്റെ കവിതയിലൂടെ അവതരിപ്പിച്ച്, എന്തിനാണ് ഒരു കവി സോഷ്യൽ പ്രോബ്ലംസ് അവതരിപ്പിക്കുന്നത്? അപ്പോൾ നമുക്കതിനെക്കുറിച്ച് ചിന്തയുണ്ടാകണം. ഞാൻ ജീവിക്കുന്ന സമൂഹത്തിൽ, സൊസൈറ്റിയിലാണല്ലോ ഇതൊക്കെ നടക്കുന്നത് എന്നുള്ളൊരു ചിന്തയുണ്ടാവണം. എഴുത്തുകാരൊക്കെ അങ്ങനെ ഉദ്ദേശിച്ചാണ് പലതും ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ കൂടുതൽ നന്മയിലേക്ക് സഞ്ചരിക്കാനുള്ള ഒരു സ്പീഡ്, ഒരു വേഗം നമുക്ക് ഉണ്ടാകണം. അങ്ങനെ നമ്മയെല്ലാം ലോകത്തിന് ഉപകാരപ്പെടുന്ന, ഈ പ്രപഞ്ചത്തിനാകെയും ഉപകാരപ്പെടുന്ന യഥാർത്ഥ മനുഷ്യത്വമുള്ള മനുഷ്യരായി വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയാണ് വാസ്തവത്തിൽ ഈ രചനാകാരന്മാരെല്ലാം കഷ്ടപ്പെടുന്നത്. നമ്മുടെ കേരള സിലബസിലെ ഓരോ പാഠവും, ഹിന്ദി പുസ്തകത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഓരോ പാഠവും വാസ്തവത്തിൽ ജീവിതം നന്നായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള, ജീവിതമെന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സാക്ഷിയുടെ തൃപ്തിയാണ് ജീവിതം. മനസ്സിൻ്റെ അല്ല. കള്ളുകുടിച്ചും തലകുത്തി മറിഞ്ഞും ഒക്കെ വേണമെങ്കിൽ മനസ്സിനെ പലർക്കും തൃപ്തിപ്പെടുത്താം. പക്ഷേ സത്യസന്ധമായി ധർമാധിഷ്ഠിതമായി ജീവിച്ചെങ്കിൽ മാത്രമേ മനസ്സാക്ഷിയെ തൃപ്തിപ്പെടുത്താൻ പറ്റൂ. അങ്ങനെ മനസ്സാക്ഷിയെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്ന ജീവിതത്തിൻ്റെ ഉടമസ്ഥരായി നമ്മൾ മാറണമെങ്കിൽ കവിത വായിച്ചറിയുകയും നല്ല നല്ല കഥകൾ വായിച്ചറിയുകയും നല്ല നല്ല ഗ്രന്ഥങ്ങൾ, നാനാവിധത്തിലുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന മഹത് ഗ്രന്ഥങ്ങളൊക്കെ വായിച്ച് പഠിച്ച് നമ്മൾ മഹോന്നതമായ ഒരു ജീവിതത്തെ കാംക്ഷിച്ച് മുന്നോട്ട് പോകണം. इस प्रकार नरेंद्र पुंडरीक जी हमारे सामने एक कविता प्रस्तुत करते हैं. इस कविता का नाम है पुल बनी थी माँ. अंग्रेजी में, इंग्लिश में इस शीर्षक का अर्थ मैं बताता हूँ कि मदर वॉज द ब्रिज एमंग द मेंबर्स ऑफ ए फैमिली. मदर वॉज द ब्रिज एमंग द मेंबर्स ऑफ ए फैमिली. एक परिवार के सदस्यों के बीच दृढ़ पुल थी माँ. കുടുംബത്തിലെ അംഗങ്ങൾക്കിടയിൽ, മക്കൾക്കിടയിൽ ഒരകൽച്ചയും ഉണ്ടാവാതെ, ഒരു ഗ്യാപ്പും ഉണ്ടാവാതെ അവരെല്ലാം പരസ്പരം ചേർന്ന് നിൽക്കാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ബന്ധപ്പെട്ട് നിൽക്കാൻ അവർക്കിടയിൽ ഏറ്റവും ദാർഢ്യമുള്ള, ഏറ്റവും കരുത്തുള്ള ഒരു പാലമായി വർത്തിച്ചവളാണ് അമ്മ. പക്ഷേ ആ ഒരു മഹത്വം ഹൃദയത്തിൽ തൊട്ടറിയാൻ പല മക്കൾക്കും പലപ്പോഴും കഴിയാത്തത് കൊണ്ടാണ് केरल में हम देख सकते हैं कि सब कहीं वृद्धाश्रम है. वृद्धाश्रम, इसके बारे में हम बाद में चर्चा करेंगे. आगे हमको वृद्धाश्रम के बारे में पोस्टर तैयार करना है, वृद्धाश्रम के बारे में हमें लेख तैयार करना है. बाद में हम करेंगे. छोड़िए, अब तो कविता की ओर आइए. पुल बनी थी माँ, मदर वॉज द ब्रिज एमंग द मेंबर्स ऑफ ए फैमिली. परिवार वालों के बीच एक सुदृढ़ पुल थी माँ. इस कविता हम ध्यान से पढ़े तो हम समझ सकते हैं कि इस कविता में मुख्यतया 10 പ്രസംഗ हैं. 10 സന്ദർഭങ്ങളിലൂടെയാണ് ഈ കവിത മുന്നോട്ട് പോകുന്നത്. ഞാൻ ഓരോ സന്ദർഭമാണ് പറയുന്നത്. ഞാൻ പറയുന്ന കൂട്ടത്തിൽ ആ ഹിന്ദി നോട്ട് ചെയ്യാമെങ്കിൽ സന്തോഷം. ഇല്ലെങ്കിൽ വീഡിയോ ആവർത്തിച്ച് കണ്ടാൽ നിങ്ങൾക്കത് എഴുതിയെടുക്കാൻ സാധിക്കുമല്ലോ. पहला प्रसंग तो यह है, मां परिवार के सदस्यों के बीच में एक दृढ़ पुल थी. मां परिवार के सदस्यों के बीच में एक दृढ़ पुल थी. കുടുംബത്തിലെ അംഗങ്ങൾക്കിടയിൽ അംഗങ്ങളെ തമ്മിൽ കൂട്ടിയിണക്കുന്ന, മക്കളെ തമ്മിൽ കൂട്ടിയിണക്കുന്ന ഏറ്റവും വലിയ കണ്ണിയാണ്, പാലമാണ് അമ്മ. കവിത ഹം എന്ന ശബ്ദത്തിലാണ് തുടങ്ങുന്നത്. ഞങ്ങളുടെ, നമ്മളുടെ, ഞങ്ങൾ, നമ്മൾ, മക്കളാ പറയുന്നത്. ഞങ്ങളുടെ ജീവിതത്തിൽ പരിവാർ കെ സദസ്യോं के बीच में एक दृढ़ पुल थी मां. ഞങ്ങൾ മക്കളുടെ ഇടയിൽ ഞങ്ങൾ അകന്നകന്നു പോകാതെ ഞങ്ങളെ കണ്ണി ചേർത്ത് നിർത്തിയിരുന്ന പാലമായിരുന്നു അമ്മ. ആ പാലത്തിലൂടെ ഞങ്ങൾക്ക് നിർബാധം ഓടിച്ചാടി നടക്കാമായിരുന്നു, തട്ടും തടസ്സവുമില്ലാതെ. വീഴ്ചയും
മറ്റ് യാതൊരുവിധമായ ക്ലേശങ്ങളുമില്ലാതെ ആ പാലത്തിലൂടെ ഞങ്ങൾക്കിങ്ങനെ സുഖകരമായി സഞ്ചരിക്കാമായിരുന്നു. तो नरेंद्र पुंडरीक जी से रचित पुल बनी थी मां नाम कविता का पहला प्रसंग तो इस प्रकार है कि बच्चे ही कहते हैं मक्कल तन्ने പറയുന്നു माम परिवार के सदस्यों के बीच में एक दृढ़ पुल थी. ഞങ്ങൾ കുടുംബാംഗങ്ങളുടെ ഇടയിൽ മക്കളുടെ ഇടയിൽ കരുത്തുള്ള ഒരു പാലമായിരുന്നു ഞങ്ങളുടെ അമ്മ. दूसरा प्रसंग രണ്ടാമത്തെ സിറ്റുവേഷൻ. परिवार के नायक पिता थे. उनकी मृत्यु के बाद माम कठिन मेहनत से बच्चों के कार्य संभालती थी. परिवार के नायक पिता थे, वे मर चुके हैं. അച്ഛൻ പോയി, പിന്നെ ഭാരമെല്ലാം ആരുടെ തോളിലാണ്? അമ്മയുടെ തോളിലാണ്. 3-4 മക്കളുണ്ട് കുടുംബത്തിൽ. माम कठिन मेहनत से बच्चों के कार्य संभालती थी. കഠിന മേഹനത്ത് 7-ലും 8-ലും പഠിച്ച വാക്കാണ്. കഠിന പരിശ്രമം. കണ്ടമാനം കഷ്ടപ്പെട്ട് കണ്ടമാനം അധ്വാനിച്ച് അമ്മ ബച്ചോം കെ കാര്യ സംഭാൽത്തി थी. രണ്ടാമത്തെ പോയിന്റാണ്. परिवार के नायक पिता थे. उनकी मृत्यु के बाद माम കഠിൻ मेहनत से बच्चों के कार्य संभालती थी. അച്ഛൻ്റെ മരണശേഷം മക്കളുടെ എല്ലാ ഉത്തരവാദിത്വങ്ങളും ഏറ്റെടുത്ത് അവർക്ക് വേണ്ടി കഠിന പരിശ്രമം ചെയ്ത് അവരെ നോക്കി വളർത്തിയത് അമ്മയാണ്. तीसरा प्रसंग മൂന്നാമത്തെ രംഗം. बच्चों के लिए माम ने कठिन भार उठाया पर वह उसके लिए भार नहीं था क्योंकि वे उसके प्यारे बच्चे थे. बच्चों के लिए माम ने कठिन भार उठाया. മക്കൾക്ക് വേണ്ടി അമ്മ വലിയ ഭാരമെടുത്തു, ഒരുപാട് കഷ്ടപ്പെട്ടു, പകലന്തിയോളം പാടുപെട്ടു. പക്ഷേ അമ്മയ്ക്കതൊരു ഭാരമായിരുന്നില്ല. पर वह उसके लिए भार नहीं था. कारण क्या है? वे उसके प्यारे बच्चे थे. മക്കൾക്ക് വേണ്ടിയല്ലേ. എൻ്റെ മക്കളുടെ കണ്ണ് നിറയാതിരിക്കാൻ, എൻ്റെ മക്കൾക്കൊരു പ്രയാസം ഉണ്ടാകാതിരിക്കാൻ, എൻ്റെ മക്കൾക്കൊരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ, പള്ളിക്കൂടത്തിൽ പോക്ക് മുടങ്ങാതിരിക്കാൻ, നല്ല വസ്ത്രങ്ങൾ ഇടാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാൻ माम ने क्या किया? बच्चों के लिए माम ने कठिन भार उठाया पर वह उसके लिए भार नहीं था क्योंकि वे उसके प्यारे बच्चे थे. अपने प्यारे बच्चों के लिए माम ने बहुत भार उठाए. ഒരുപാട് കഷ്ടപ്പെട്ട, പക്ഷെ അമ്മയ്ക്ക് അതൊരു ഭാരമായി തോന്നിയില്ല. കാരണം പെറ്റ മക്കളെ വളർത്താൻ വേണ്ടിയാണ്. चौथा पॉइंट, നാലാമത്തെ पॉइंट. माम बड़ी मेहनत करने वाली है. अपने कठिन परिश्रम से, कठिन मेहनत से, कठिन कामों से माम धीरे धीरे कमजोर हो गई. माम धीरे धीरे बूढ़ी हो गई. അമ്മ പതുക്കെ പതുക്കെ പ്രായം മുന്നോട്ട് നീങ്ങുന്തോറും, മക്കൾ വളരുമ്പോൾ അമ്മയ്ക്ക് പ്രായം കൂടുകയല്ലേ. അപ്പോൾ അമ്മയ്ക്ക് എന്തായി? വാർദ്ധക്യത്തിൻ്റെ തുടക്കമായി. ആരോഗ്യമൊക്കെ ക്ഷയിച്ചു തുടങ്ങി. മാം ധീരെ ധീരെ ബൂഢി ഹോ ഗയി വഹ സഭി തരക് സേ കംസോർ ഹോ ഗയി. വയ്യ. ഇത്രയും നാളെ മക്കൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് അവർക്ക് വേണ്ടി ഒരുപാട് സേവനങ്ങളൊക്കെ ചെയ്തു. വയസ്സ് 70-70 भैया मैं थक गई हूँ, मैं कमजोर हो गई हूँ, मैं दुर्बल हो गई हूँ. इस प्रकार माम बूढ़ी हो गई, कमजोर हो गई. 5वां पॉइंट, 5ാമത്തെ पॉइंट. दुर्बल माम अब संतानों को एक भार बन गई क्योंकि बूढ़ी माम से अब कोई लाभ नहीं है. ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ദുർബൽ മാം അബ് സന്താനോ കോ ഏക് ഭാർ ബൻ ഗയി. ദുർബലയായ അമ്മ, ക്ഷീണിതയായ അമ്മ, വൃദ്ധയായ അമ്മ ഇപ്പോൾ മക്കൾക്ക് ഏക് ഭാർ ബൻ ഗയി. മക്കൾക്ക് അമ്മ ഇപ്പോൾ ഒരു ഭാരമായിരിക്കുന്നു. കാരണം ക്യാ ഹേ? ബൂഢി മാം സെ അബ് കോയി ലാഭ് നഹി. ഇനി അമ്മയുടെ ഒന്നും കിട്ടാനില്ല. അമ്മ ഇനി പണിയെടുത്തൊന്നും ഞങ്ങളെ സഹായിക്കാനില്ല. അമ്മയെ കൊണ്ട് ഇനി ഒരു വരുമാനവും ഇല്ല. എന്തൊരു കഷ്ടമാണെന്ന് ഓർക്കണം. दुर्बल माम अब संतानों को एक भार बन गई है क्योंकि बूढ़ी माम से अब कोई लाभ नहीं है.
നമ്മളെല്ലാം പ്രയോജനം കൊണ്ട് മാത്രം ജീവിക്കുന്നവരല്ലേ. നമുക്കെന്തെങ്കിലും കിട്ടണം, അതാഗ്രഹിച്ച് ജീവിക്കുന്നവരാണ്. ഇതാണ് വർത്തമാനകാലീന സമസ്യ എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. കറണ്ട് ഇഷ്യൂസാണ് ഇതെല്ലാം, മനുഷ്യൻ്റെ സ്വാർത്ഥത. ഇതുവരെ 5 പോയിൻ്റാണ് പറഞ്ഞത്. ആ 5 പോയിൻ്റ് ഞാൻ ഒന്നുകൂടി വായിക്കാം, എഴുതിയെടുക്കാവുന്നവർക്ക് എഴുതിയെടുക്കാം. മാം परिवार के सदस्यों के बीच में एक दृढ़ पुल थी. परिवार के नायक पिता थे. उनकी मृत्यु के बाद माम कठिन मेहनत से बच्चों के कार्य संभालती थी. 3 बच्चों के लिए माम ने कठिन भार उठाया, पर वह उसके लिए भार नहीं था, क्योंकि वे उसके प्यारे बच्चे थे. 4 पर माम पर പക്ഷേ എന്നാൽ माम धीरे धीरे बूढ़ी हो गई. वह सभी तरह से कमजोर हो गई. भैया 5वां दुर्बल माम अब संतानों को एक भार बन गई है, क्योंकि बूढ़ी माम से अब कोई लाभ नहीं है. അമ്മ മക്കൾക്ക് ഭാരമായിരിക്കുന്നു. തീരെ വയ്യാൽ ഇരിക്കട്ടെ. ഇവിടെ അമ്മയെന്ന് പറയാൻ വയ്യാലോ, ഇനിയിപ്പം നമ്മളിപ്പോൾ എന്ത് ചെയ്യാനാ? മക്കളൊക്കെ വളർന്നു, നല്ല കാളക്കൂറ്റന്മാരെ പോലുള്ള കരുത്തുള്ള തോളിൻ്റെയും കൈയുടെയും ഒക്കെ ഉടമസ്ഥരായിട്ടാണ് മക്കൾ വളർന്നിരിക്കുന്നത്. നല്ല ജീവിത സാഹചര്യമൊക്കെയായി. പക്ഷേ ദൃഢകന്ധോം വാലേ ഹോത്തെ ഹുയേ ഭി മാം കാ ഭാർ ബच्चे സഹ नहीं सकते थे. ദൃഢകന്ധോം വാലേ, വേണമെങ്കിൽ 50 കിലോയുടെ 4 ചാക്ക് അരിയൊക്കെ എടുത്ത് തോളെ വെക്കാനുള്ള കരുത്തുള്ള ശരീരം എങ്ങനെ ഉണ്ടായത്? അമ്മ കഷ്ടപ്പെട്ട് പണിയെടുത്ത് പാലും തേനും പച്ചരിച്ചോറും കൊടുത്ത് ഉണ്ടാക്കിയെടുത്തതാ. പക്ഷെ അവന്മാരെന്താണ്? ദൃഢകന്ധോം വാലേ ഹോത്തെ ഹുയേ ഭി മാം കാ ഭാർ ബच्चे സഹ नहीं सकते थे. എനിക്ക് വയ്യോ, വേറെ പണിയില്ല, നോക്കട്ടെ. ഇങ്ങനെയായി മക്കൾ അമ്മയിട്ട് തട്ടിക്കളിക്കുകയാണ്. എടാ ഇന്ന് നീ കൊണ്ടു, ഒരാഴ്ച അവിടെ കൂടെ നിൽക്കട്ടെ, സുലോചനയുടെ കൂടെ കഴിയട്ടെ ഒരാഴ്ച. എടി സുശീലേ നീ കൊണ്ട് ഒരാഴ്ച നിർത്ത്. ഇങ്ങനെ ആശ് ബഡേ ബേटे के साथ, कल छोटी बेटी के साथ, परसों छोटे बेटे के साथ, इस प्रकार बेटे अपनी मां को टटोलते रहे. ഇങ്ങനെ തട്ടി തട്ടി കളിക്കുകയാണ് അമ്മ. ബേട്ടെ പ്യാരി മാം കോ ടട്ടോൽത്തെ രഹെ, അമ്മയെ തട്ടിക്കളിക്കുന്നു. കാരണം എന്താണ്? ദൃഢകന്ധോം വാലേ ഹോത്തെ ഹുയേ ഭി മാം കാ ഭാർ ബच्चे സഹ नहीं सकते. അവർക്ക് അമ്മ അവർക്ക് ഇനി സഹിക്കാൻ വയ്യ. അമ്മ ഇപ്പോൾ അവർക്കൊരു ഭാരമാണ്. 7ാമത്തെ പോയിന്റ്, ബേട്ടെ അപ്പനെ കന്ധേ ബദൽത്തേ രഹെ. കന്ധ ബദൽന എന്ന് പറഞ്ഞാൽ, തോള് മാറുക എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വം, അമ്മയെ നോക്കാനുള്ള ഉത്തരവാദിത്വം ഞാനിപ്പോൾ പറഞ്ഞ പോലെ മക്കൾ തട്ടിക്കളിക്കുകയാണ്. പാവ അമ്മയ്ക്ക് മനസ്സിലായി. अपने बेटे परेशानी में है, मेरा देखभाल करते हुए थक जा रहे हैं. എന്നെ നോക്കാനുള്ളത് കൊണ്ട് അവർ ക്ഷീണിതരായി പോകുന്നു. मेरे लिए वे खूब पैसा खर्च करते हैं. എനിക്ക് എണ്ണയും കുഴമ്പും തോർത്തും മുണ്ടും ഒക്കെ മേടിച്ച് തരാൻ വേണ്ടി അവർ പൈസ ചിലവാക്കാനുള്ള അവരുടെ ബുദ്ധിമുട്ട്. माम हमेशा माम होती हैं. प्यारे बच्चों, हमेशा इसे मन में रखना है कि माम हमेशा मां होती हैं. അമ്മ എപ്പോഴും അമ്മയാണ്. അമ്മയുടെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ക്ഷീണാവസ്ഥ മക്കൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ താനൊരു ഭാരമായി തൻ്റെ മക്കൾ കഷ്ടപ്പെടുകയാണെന്ന് അമ്മ മനസ്സിലാക്കുന്നു. അമ്മ മനസ്സ് തങ്ക മനസ്സ്. अब अपने बच्चों के लिए मैं एक भार हूं, एक समझकर माम अधिक दुर्बल हो जाती है. ഞാനിപ്പോൾ എൻ്റെ മക്കൾക്കൊരു ഭാരമായി മാറിയല്ലോ എന്നോർത്ത അമ്മ കൂടുതൽ ദുഃഖിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വഹ് മാം ഹേ ബच्चों की तकलीफ वह सह नहीं सकती हैं. बच्चों की तकलीफ वह सह नहीं सकती हैं. तकलीफ माने ബുദ്ധിമുട്ട്, പ്രയാസം. बच्चों की तकलीफ वह सह नहीं सकती है. മക്കൾക്കൊരു താൻ മൂലം മക്കൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ ആ അമ്മ ആഗ്രഹിക്കുന്നില്ല.
അമ്മ എന്ത് ചെയ്ത് കാണും? ഭഗവാനെ, എന്നെ ഇനി ഒരുപാട് വെച്ച് താമസിപ്പിക്കരുത്. ഞാൻ മൂലം എൻ്റെ മക്കൾക്ക് വലിയ പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെയാണ്. എന്നെ എന്തിനാണ് ഇങ്ങനെ ഇട്ടേക്കുന്നത്? വയസ്സായി, ഇത്രയും കാലം മക്കൾക്കൊക്കെ വേണ്ടി ജീവിച്ചു. വയ്യ, എത്ര വേഗം വിളിച്ചോളെ. ഈ ഒരു തലത്തിലേക്ക് അമ്മയായി എന്ന് വേണമെങ്കിൽ വിശ്വസിക്കാം. अपने बच्चों के लिए मैं एक भार हूं, एक समझकर माम अधिक दुर्बल हो जाती हैं, क्योंकि वह माम है बच्चों की तकलीफ वह सह नहीं सकती है. മക്കൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ, ക്ലേശം കൊടുക്കാൻ, താൻ മൂലം അവർക്ക് കൂടുതൽ ഭാരമുണ്ടാക്കാൻ സ്നേഹനിധിയായ, വാത്സല്യനിധിയായ ആ അമ്മ ആഗ്രഹിക്കുന്നില്ല. ക്യോങ്കി മാം ഹമേശ മാം ഹോത്തി ഹേ. ഈ ലോകത്ത് അങ്ങനെ ഒരാൾ മാത്രമേ ഉള്ളൂ, ഒരിക്കലും മാറാൻ കഴിയാത്തവൾ. മാം ഹമേശ മാം ഹോത്തി ഹേ. 9ാമത്തെ പോയിന്റ്, बुढ़ापन और कमजोरियों के कारण मां बच्चों के जीवन से उतर जाती हैं. मां ने बच्चों के साथ आगे मां नहीं है. बुढ़ापन और कमजोरियों के कारण मां बच्चों के जीवन से उतर जाती हैं. തൻ്റെ വയ്യാഴിക കൊണ്ടും തൻ്റെ രോഗാവസ്ഥ കൊണ്ടും തൻ്റെ ദൗർബല്യങ്ങൾ കൊണ്ടും തൻ്റെ ക്ഷീണാവസ്ഥ കൊണ്ടും അമ്മ ഇതാ മക്കളിൽ നിന്നും ഊർന്നിറങ്ങിയിരിക്കുന്നു. ആകെ ബച്ചോം കെ സാത്ത് മാം നഹി ഹെ. താൻ മൂലം തൻ്റെ മക്കൾ ഭാരപ്പെടുകയാണല്ലോ എന്നോർത്ത് ഭാരപ്പെട്ട അമ്മ ഇനി മക്കളോടൊപ്പമില്ല. മാം കി മൃത്യു ഹോ ചുക്കി ഹെ. ചിന്താഭാരത്തിൽ മക്കൾക്കാപത്തൊന്നും വരുത്തരുതേന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുവെങ്കിൽ പോലും തൻ്റെ മക്കൾക്ക് താനൊരു ഭാരമായി പോയല്ലോ എന്നുള്ള ആ ഒരു ചിന്താഭാരത്തിൽ മാം മർച്ചുകേ. ദ ലാസ്റ്റ് പോയിന്റ്, മാം കെ അഭാവ് മേ ബच्चे നിരാശ്രയ ഏവം കംസോർ ഹോ ജാത്തെ ഹൈ. അമ്മ പോയപ്പോഴാണ് അമ്മയുടെ വില അറിയുന്നത്. मां के अभाव में बच्चे निराश्रय एवं कमजोर हो जाते हैं. अब हमारी जिंदगी में मां नहीं है, पुरी नहीं है. ഇനി അമ്മയാകുന്ന പാലമില്ല. അപ്പോഴാണ് എല്ലാവരും അയ്യോ എന്ന് വിളിച്ചത്. മാം കെ അഭാവ് മേ ബच्चे നിരാശ്രയ ഏവം കംസോർ ഹോ ഗേ ഹെ. നമ്മളൊരു കാല് കല്ലേ തട്ടിയാൽ ആദ്യം അറിയാതെ വിളിക്കുന്നത് എൻ്റെ അമ്മോ, എൻ്റെ അമ്മച്ചി എന്നാണ്. ഒരു കപ്പള ഞാൻ ഒന്ന് ഉച്ചയ്ക്കോട്ട് വീടാ, എൻ്റെ അമ്മോ എന്നാണ് ആദ്യം വിളിക്കുന്നത്. ഓ മൈ ഗോഡ് എന്നൊക്കെ പിന്നെ വിളിക്കുന്നത്. അങ്ങനെ വിളിക്കാനും കാണാനും അടുത്തു നിർത്താനും അമ്മയില്ലല്ലോ എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് തങ്ങൾ തീർത്തും അനാഥരായി പോയല്ലോ എന്ന് മക്കൾ മനസ്സിലാക്കുന്നത്. കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില മക്കൾ അറിഞ്ഞില്ല. ഹിന്ദി में इस प्रकार एक लोकोक्ति है, आदमी की कदर मरे पीछे. ആത്മീ കി കദർ മരേ പീച്ചെ. ഒരു ലോകോക്തിയാണ്, ഒരു പഴഞ്ചൊല്ലാണ്. കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല. അപ്പം ഇങ്ങനെ 10 ഘട്ടങ്ങളുള്ള ഒരു കവിത. ഒന്നാമത്തെ എന്താണ്? അമ്മ മക്കളുടെ ഇടയിൽ ഒരു വലിയ പാലമായിരുന്നു. 2, അച്ഛനാണ് വീട്ടുകാര്യങ്ങൾ നോക്കിയിരുന്നത്. അച്ഛൻ്റെ മരണത്തിന് ശേഷം മക്കളുടെ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത് അമ്മയാണ്. 3, മക്കൾക്ക് വേണ്ടി അമ്മ വലിയ പരിശ്രമം, വലിയ ഭാരമെടുത്തു. പക്ഷെ തൻ്റെ മക്കൾക്ക് വേണ്ടി ആയതുകൊണ്ട് അമ്മയ്ക്കതൊരു ഭാരമായി തോന്നിയതേയില്ല. 4, ഈ ഭാരമെടുപ്പും ഈ കഠിനാധ്വാനമെല്ലാം കൊണ്ട് അമ്മ നേരത്തെ തന്നെ ദുർബലയായി. പതുക്കെ പതുക്കെ അതിനോടൊപ്പം വാർദ്ധക്യം കൂടി വന്നപ്പോൾ അമ്മ ആകെയും ക്ഷീണിതയായി. 5, ക്ഷീണിതയായി കഴിഞ്ഞപ്പോൾ അമ്മ വരുമാന മാർഗമല്ലാതായി മാറി. മക്കൾക്ക് വേണ്ടി പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിയാത്തവളായി മാറി. അപ്പോൾ ആ അമ്മ ഇത്രയും കാലം അമ്മയോട് ചോറും ഉപ്പും തിന്ന് വളർന്ന മക്കൾക്ക് ഭാരമായി മാറി. അമ്മയെക്കൊണ്ട് ഇനി പ്രയോജനമില്ല. 6ാമത്തെ പോയിന്റ്, നല്ല ആരോഗ്യമുള്ള മക്കളായിട്ടും മെയ്യും കയ്യും കരുത്തുമുള്ളവരായിട്ടും അമ്മയെ ആകുന്ന ആ ഒരു മഹത്വത്തിനെ ഒരു ഭാരമായിട്ടാണ് അവർ കണ്ടത്. ബേട്ടയപ്പനെ കന്ധേ ബദൽത്തേ രഹേ. അവർ അമ്മയെ തട്ടോൽത്തേ രഹേ. അമ്മയെ അവർ തട്ടിക്കളിച്ചുകൊണ്ടേയിരുന്നു. 8ാമത്തെ പോയിന്റ്, ഞാൻ എൻ്റെ മക്കൾക്കൊരു ഭാരമാണെന്നറിഞ്ഞപ്പോൾ, താൻ മൂലം തൻ്റെ മക്കൾക്ക് ചില ക്ലേശങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ ഇങ്ങനെ ഭാരമായി തുടരാൻ ആഗ്രഹിക്കാത്ത ഒരു മനസ്സിൻ്റെ ഉടമസ്ഥയായി അമ്മ മാറി എന്നുള്ളതാണ് വാസ്തവം. വാർദ്ധക്യം 9, വാർദ്ധക്യം കൊണ്ടും ദൗർബല്യങ്ങൾ കൊണ്ടും അമ്മ
മക്കളുടെ ഇടയിൽ നിന്നും എന്നേക്കുമായി ഒഴിഞ്ഞുപോയി. 10 അമ്മ പോയി കഴിഞ്ഞപ്പോഴാണ് അമ്മയുടെ വില എന്താണെന്ന് മക്കൾ അറിയുന്നത്. इसलिए हिंदी की लोगोक्ति की याद हम करते हैं, आदमी की कदर मरे पीछे. കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല. प्यारे बच्चों, इस प्रकार 10 प्रसंग हैं पुंडरीक जी से रचित पुल बनी थी नामक कविता में. നമുക്ക് ചെയ്യാനുള്ള വർക്ക് ആസ്വാദനക്കുറിപ്പ് എഴുതുക എന്നതാണ്. നിങ്ങൾ വീഡിയോ ആവർത്തിച്ച് കണ്ടാൽ ഞാൻ ഈ പറഞ്ഞ 10 പോയിന്റുകൾ നിങ്ങൾക്ക് എഴുതിയെടുത്ത് വെക്കുവാൻ സാധിക്കും. അത് ആസ്വാദനക്കുറിപ്പല്ല, ഇതിൻ്റെ കേന്ദ്ര ആശയ ബിന്ദുക്കൾ മാത്രമാണ്. നിങ്ങൾ കൂടുതൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. എപ്പോൾ ആസ്വാദനക്കുറിപ്പ് എഴുതിയാലും കവിയെക്കുറിച്ചും കവിതയെക്കുറിച്ചും കവിതയിലെ ഭാഷയെക്കുറിച്ചും ഒക്കെ എഴുതുന്നതിനോടൊപ്പം നിങ്ങളുടെ കാഴ്ചപ്പാട് അപ്പന ദൃഷ്ടികോൺ भी इसमें जरूर लिखना है. നമ്മുടെ വിഷൻ, നമ്മുടെ കാഴ്ചപ്പാട്, വർത്തമാനകാലീന സമസ്യയാണിത്, കറണ്ട് ഇഷ്യൂ ആണിത്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടും തീർച്ചയായും ആസ്വാദന ടിപ്പണിയിൽ വരണം. അങ്ങനെ പുൽ ബനീഥി മാം എന്ന് പറയുന്ന കവിതയുടെ 10 പോയിന്റുകൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ സുഖമായി ഇനി സ്കൂളിലേക്ക് വരുമ്പോൾ ഇപ്പോൾ തന്നെ വീട്ടിലിരുന്ന് വ്യക്തിപരമായി നിങ്ങൾക്ക് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാൻ കഴിയും. അതിനുശേഷം സ്കൂളിൽ വന്ന് നമ്മൾ ഗ്രൂപ്പ് വർക്കൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും നല്ല ഉത്തരത്തിലേക്ക് നമുക്ക് എത്തിച്ചേരുവാനും കഴിയും. കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ കാഴ്ച അറിയില്ല എന്ന് പറയുന്ന ആത്മീയക്ക് കദർ മരേ പീച്ചെ എന്ന് പറയുന്ന വലിയ അലോകോക്തി തരുന്ന ഈ കവിത കഭി നഹീം ഭൂൽനാ ഹൈ, ഒരിക്കലും മറക്കരുത്. വയ്യ വയ്യെന്നൊരിക്കലും ചൊല്ലാതെ നന്മ മാത്രം കൊതിക്കുവോരമ്മയി, കുഞ്ഞുമക്കൾ തൻ ജീവിതയാത്രയിൽ തെന്നി വീഴാത്ത പാലമെന്നോർക്കണം.